ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലൈഫ് സ്റ്റൈൽ ഓഫ് ജെ പി. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഒരു നൂഡിൽസ് പ്രിപ്പറേഷനാണ് കേട്ടോ. ഈ ബാച്ചിലേഴ്സൊക്കെ ആയിട്ട് താമസിക്കുന്നവർക്ക് പറ്റിയ ഒരു നൂഡിൽസ് പ്രിപ്പറേഷനാണിത്. കാരണം നമ്മളിപ്പോൾ ഒരുപാട് സാധനങ്ങളൊന്നും മേടിച്ച് വെക്കുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ നമുക്ക് അപ്പം അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ കൂട്ടി വ്യത്യസ്തമായ ടേസ്റ്റിൽ ഒരു നൂഡിൽസ് തിന്നാൻ ആഗ്രഹിക്കുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി പ്രിപ്പറേഷൻ അത്രയേ ഉള്ളൂ. എനിക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസാണ് ഞാൻ ഇതിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ക്യാരറ്റ് എടുത്തു, ഒരു ഉരുളക്കിഴങ്ങ് എടുത്തു, പിന്നെ കുറച്ച് ചീരയില ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ ഏകദേശം ഒരേ ഒരു സൈസിൽ തന്നെ കട്ട് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, വളരെ തിന്നായിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും ഈ ഒരു പ്രിപ്പറേഷന് നല്ലത്. അതിനകത്ത് നമുക്ക് വെണ്ണയോ നെയ്യോ ആഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ട് തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിൽ കുറച്ച് നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം ഈ ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത് രണ്ടും ഏകദേശം ഒരുപോലെ കട്ട് ചെയ്യുകയാണെങ്കിൽ ഒരേ സമയത്ത് അത് വെന്ത് കിട്ടും. വളരെ തിന്നായിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം 2 മിനിറ്റത്തെ മാഗി നൂഡിൽസിന് നമ്മൾ ഒരുപാട് സമയം എടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കട്ട് ചെയ്ത് ഒന്ന് വഴറ്റി വരുമ്പം അതിൽ കുറച്ച് നമ്മുടെ ഇപ്പം എൻ്റെ കയ്യിൽ ഒരു കുറച്ച് ചീരയിലയുണ്ട്, അതും കൂടെ ആഡ് ചെയ്ത് കുറച്ച് ഉപ്പും ഇട്ട്, പിന്നെ നമ്മളിതിൽ അടുക്കള വാഴുന്ന കറി പൗഡറുകളൊന്നും നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല. ഈ ഒരു കൂട്ടിലേക്ക് നമ്മുടെ നൂഡിൽസിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന മസാല പൗഡർ തന്നെയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് 3 മസാല പൗഡേഴ്സിൻ്റെ പാക്കറ്റുകളുണ്ട്. അപ്പോൾ അതിലൊരെണ്ണം ഞാൻ ഈ വെജിറ്റബിൾസിൻ്റെ ഇതിലേക്ക് ആഡ് ചെയ്ത് ഒന്ന് വഴണ്ടി വരുമ്പോൾ ഒരു പച്ചപ്പൊക്കെ അതിൻ്റെ നിന്ന് മാറി കിട്ടുമ്പോഴേക്കും അതിലേക്ക് നമ്മളൊരു മുട്ട, നമുക്ക് ചിക്കനോ മട്ടനോ എന്ത് വേണമെങ്കിലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനം നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് മുട്ട ആയതുകൊണ്ട് ഞാനത് മുട്ട പൊട്ടിച്ചു ഇതിനകത്ത് ഒഴിക്കുന്നു. എന്നിട്ട് അതൊന്ന് ചിക്കി എടുക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒന്ന് വെന്ത് കിട്ടുക, എല്ലാത്തിനും ഒരു പച്ചപ്പൊന്ന് മാറിയിട്ട് അത്രയേ ഉള്ളൂ ഇതിന്. ഈ കൂട്ട് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് അതിൻ്റെ ആ പാക്കറ്റിൽ പറഞ്ഞിരിക്കുന്ന ഒരളവിൽ തന്നെ നമ്മൾ വെള്ളം എടുക്കുകയാണെങ്കിൽ നല്ലതായിട്ട് വെന്ത് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം കൂടുതൽ നൂഡിൽസ് കഞ്ഞിയായി പോവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയി പോവും, അത് ഒരു ടേസ്റ്റിനും വ്യത്യാസം വരും. അതുകൊണ്ട് ഒരുപാട് നമ്മൾ വെള്ളം എടുക്കണ്ട. അതിനാവശ്യമായിട്ടുള്ള വെള്ളം എടുക്കുക. എന്നിട്ട് നൂഡിൽസിൻ്റെ കേക്കുകൾ അതിലേക്ക് ആഡ് ചെയ്യുക. ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഒരു 2-3 മിനിറ്റിനുള്ളിൽ അത് കുക്കാവും. അതിനുശേഷം നമ്മൾ നോക്കുമ്പം വെള്ളം ഒരുമാതിരി കുറുകി വരുന്ന ഒരവസ്ഥയിലെത്തും. ഒരുപാട് വെള്ളം ഒഴിക്കണ്ടെന്ന് പറഞ്ഞതിന് കാരണം അത് തന്നെയാണ്. അപ്പം ഈ 2-3 മിനിറ്റിനുള്ളിൽ ഇതൊരു കുറുകിയ പരുവത്തിലാവും. അതിലേക്ക് നമ്മൾ ഈ ആഡ് ചെയ്ത് വെച്ചിരിക്കുക ആ മിക്സ്, നമ്മൾ ആ വെജിറ്റബിൾസിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഒന്ന് നല്ലപോലെ ഇളക്കിയെടുത്തിട്ട് ചൂടോടെയോ അല്ലെങ്കിൽ നമുക്ക് തണുപ്പിച്ചോ അതിഷ്ടമുള്ള രീതിയിൽ നമുക്ക് കഴിക്കാം. ഇതിൽ നെയ്യോ വെണ്ണയൊക്കെ നമ്മൾ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് എനിക്ക് തോന്നുന്നത്. ആ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് അറിയില്ല, പക്ഷേ എൻ്റെ ഒരു പരീക്ഷണത്തിൽ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ കുക്കിങ്ങും ക്യാമറ കൈകാര്യം ചെയ്യുന്നതും ഞാൻ തന്നെ ആയതുകൊണ്ട് അതിനകത്ത് ചില പാളിച്ചകളൊക്കെ വരുന്നുണ്ട്. പിന്നെ അത് തന്നെയല്ല, ഇതിൻ്റെ വിഭവത്തിൻ്റെ അല്ലെങ്കിൽ ഈ നൂഡിൽസിൻ്റെ ഉണ്ടാക്കിയ ആൾ തന്നെ അതിൻ്റെ റിവ്യൂ പറയുന്ന ഒരു മനോഹരമായ ദൃശ്യമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്.